സഹകരിക്കണം. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Technical issue not the slow class. Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? പ്ലാസ്മ പൈറോളിസിസ് ആയിരുന്നില്ലേ? അവിടെ വരില്ലേ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്? ഓക്കെ. ഇനി ലാൻഡ് ഡിസ്പോസൽ ആണ്. സാധാരണ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും? ലാൻഡിൽ ഡിസ്പോസ് ചെയ്യും. എന്നുവെച്ചാൽ കുഴിച്ച് മൂടിക്കളയും. എന്നുവെച്ചാൽ ഭൂമിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യും. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, പേര് പറയുന്ന പോലെ തന്നെ land disposal include two methods which are open dumping and sanitary landfill. രണ്ട് രീതിയിലാണ് നമ്മൾ ലാൻഡ് ഡിസ്പോസൽ ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ ഡംപിംഗ് ആണ്, നെക്സ്റ്റ് സാനിറ്ററി ലാൻഡ്ഫിൽ ആണ്. ഓപ്പൺ ഡംപിംഗ് ഈസ് an unsecure method because the waste would then to be discarded in any way open space. That leads to many pollution problems. ഓപ്പൺ ആയിട്ട് തുറസായിട്ടുള്ള സ്ഥലത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അതാണ് ഈ ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല അവിടെ. ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽ, ഈ ഷെഡ്യൂൾഡ് ഏരിയ, ഒരു പ്രത്യേകം അംഗീകരിച്ചിട്ടുള്ള ഒരു ഏരിയ, ഈ സെലക്ടഡ് എനിവേ ഫ്രം ദ പൊല്യൂഷൻ, പോപ്പുലേഷൻ എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ പോപ്പുലേറ്റഡ് തിങ്ങി പാർക്കുന്ന സ്ഥലത്തു നിന്ന് മാറിയിട്ട് ദ ഡംപിംഗ് ഈസ് പെർഫോംഡ് ഇൻ ഡെച്ച് ലെയർ വൈസ്. നമ്മളത് സെപ്പറേറ്റ് ആയിട്ടുള്ള പാളികൾ തിരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും ഡംപ് ചെയ്യുന്നത്. അത് ഡംപ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ലെയർ നമ്മള് അതിന് മേലെ മണ്ണിട്ട് മൂടാണ് ചെയ്യുന്നത്. Layer wise, and care is taken so that the waste is not exposed to the atmosphere. നമ്മൾ മണ്ണൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുള്ള വേസ്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നില്ല, എക്സ്പോസ് ചെയ്യുന്നില്ല. വേറെ ദോഷം ആർക്കും, ഹ്യൂമൻ ബീങ്സിന് ആർക്കും എന്ത് വരുത്തുന്നില്ല. ഏതില്? ലാൻഡ് ഡിസ്പോസൽ സിസ്റ്റത്തിൽ കേട്ടോ. ലാൻഡ് ഡിസ്പോസൽ രണ്ട് രീതിയിലാണ് ലാൻഡ് ഡിസ്പോസൽ ഉള്ളത്. ഒന്ന് ഓപ്പൺ ഡംപിങ്ങും, രണ്ടാമത്തെ എന്താണ്, സാനിറ്ററി ലാൻഡ്ഫില്ലും ആണ്. ഓപ്പൺ ഡംപിംഗ് ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു ചെറിയ ഇഷ്യൂ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാട്ടെ എല്ലാവരും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, രണ്ട് രീതിയിലാണ് ലാൻഡ് ഡിസ്പോസൽ ചെയ്യുന്നത്. ഒന്നെങ്ങനെയാണ്, സാധാരണ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളും. അത് പൊല്യൂഷൻ പ്രോബ്ലംസും അതേപോലെ അവിടെ പരിസരത്തുള്ള ആൾക്കാർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ആണ് സാനിറ്ററി ലാൻഡ്ഫിൽ. ലെയർ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാണ്.
നെക്സ്റ്റ് ആണ് ഇനർട്രൈസേഷൻ. ഏഴാമത്തെ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ആണ് ഇനർട്രൈസേഷൻ എന്ന് പറയുന്നത്. ടു ബ്രിങ് ഡൗൺ ദ ടോക്സിറ്റി. എനിക്ക് സൗണ്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, സൗണ്ട് ചെറുതായിട്ട് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് നല്ല കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം അത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ ക്ലാസ് എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇനർട്രൈസേഷൻ ആണ് അടുത്ത് പറയണത്. To bring down the toxicity of the waste and minimize the likely risk, it is mixed with the cement and another inert materials. നമ്മള് ഈ പറഞ്ഞിട്ടുള്ള എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറ്. ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്ന മെഡിസിൻസ്, എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നിർമാർജൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിഷ്ക്രിയത്വം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സിമെന്റ് ഒക്കെ മിക്സ് ചെയ്ത് ഓക്കെയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ അത് ഈ പറഞ്ഞിട്ടുള്ള സിമെന്റ് പോലത്തെ മെറ്റീരിയൽസ് അതെന്ത് ചെയ്യും, ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഡിസ്പോസ് ചെയ്യാണ്. ആ ഒരു സാധനം എന്ത് ചെയ്യാണ്, ഡിസ്പോസ് ചെയ്യാണ്. അറൌണ്ട് 30 to 40, എനിക്ക് ഞാൻ വായിച്ച് പറയേണ്ട പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് തരാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാ. അറൌണ്ട് 30 to 40% ഓഫ് സിമെന്റ് ഇസ് ബ്ലെൻഡഡ് വിത്ത് വേസ്റ്റ്. ഒരു 30 മുതൽ 40% സിമെന്റ് ഈ പറഞ്ഞ വേസ്റ്റിനോടൊപ്പം ബ്ലെൻഡ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കളയാണ്. പിന്നെ ആ വേസ്റ്റിന് പല പ്രശ്നങ്ങളും ദോഷകരമായിട്ട് ബാക്കിയുള്ള പോപ്പുലേഷനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കുന്നില്ല. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രീറ്റിംഗ് ഫാർമസ്യൂട്ടിക്കൽസ്. എന്നുവെച്ചാൽ മെഡിസിൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. ഫോർ ഇൻസിനറേഷൻ ആഷസ്, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ കത്തിച്ച് കളഞ്ഞ ആഷസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് വീണ്ടും നമ്മൾ അത് എന്ത് ചെയ്യാണ്, ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ആ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിർമാർജനം ചെയ്യാണ്. ആഷസ് ഹാവിങ് ഹൈ മെറ്റൽ കണ്ടന്റ്, കൂടുതലായിട്ട് മെറ്റൽ കണ്ടന്റ് ഉള്ള ആഷസ് ഒക്കെ ഉള്ള ഇത് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിസ്പോസ്, നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാണ്. സിമെന്റ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യാണ്. ഇനി നിങ്ങൾ ഓരോരുത്തര് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരാള് നമുക്ക് 10 കാറ്റഗറീസ് ഓഫ് വേസ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ കാറ്റഗറി ഇന്നതാണ്, അതിന് ടൈപ്പ് ഓഫ് വേസ്റ്റ് ഇന്നതാണ്, ഏത് ബാഗിലാണ് ഏത് കണ്ടെയ്നറിലാണ് അത് സൂക്ഷിക്കേണ്ടത്, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഈ ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാം, ഓരോ കാറ്റഗറീസ് ഓരോരുത്തർ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അമൃത മോൻ വായിക്കണോട്ടോ അടുത്തത്. വായിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ആളൊന്ന് വായിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. കാറ്റഗറീസ് ആണ്, ടേബിൾ ആണ് കേട്ടോ, എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, വായിച്ചോടാം. അതാ അമൃത ടി മോനാണ് കേട്ടോ. വായിച്ചോട്ടെ. വായിച്ചോട്ടാ. വേസ്റ്റ് കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ്. അതിൽ ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സ് ടൈപ്പ് ഓഫ് വേസ്റ്റ് വരുന്നത്. പിന്നെ കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. അതിൽ ട്രീറ്റ്മെന്റ് ആണ് ഡിസ്പോസൽ മെത്തേഡ് എന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂറിയൽ. നമ്മൾ എന്ത് ചെയ്യാണ്, അത് നശിപ്പിച്ച് കളയാണ്, കത്തിച്ച് കളയാണ്. ഏത് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ അനാട്ടോമിക് വേസ്റ്റ് എന്ന് പറയുന്നത് യെല്ലോ ബാഗുകളിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കത്തിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്താണ് കാറ്റഗറി നമ്പർ 2 വായിച്ചോ. സ്നേഹ കേട്ടോ. മാം വായിച്ചോട്ടെ. വായിച്ചോട്ടാ. Animal waste, animal tissues, organs, body parts, carcasses, bleeding parts, fluid, blood and experimental animals used in research,
waste produced by veterinary hospital and colleges hospital from discharges. Yellow plastic bag, incineration, deep burial. പറഞ്ഞിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ ഇൻസിനറേഷൻ അതേപോലെ തന്നെ ബ്യൂറൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടക്കം ചെയ്യാന്നാണ്. ബ്യൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കം ചെയ്യാന്നുള്ളതല്ലേ, എന്നുവെച്ചാൽ അത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതില് അനിമൽ ടിഷ്യൂസ് അതേപോലെ അനിമൽസ് ഒക്കെ മരണം സംഭവിച്ചിട്ടുള്ള അനിമൽസ് ഉണ്ടാവും. എക്സ്പീരിമെന്റ്സിനൊക്കെ യൂസ് ചെയ്ത അനിമൽസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻസിനറേഷൻ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 3 ആണ്. സ്നേഹം മ്യൂട്ട് ആയിക്കോട്ടെ. ഓക്കെ, അടുത്തത് ആരാണ്? സവ്യ. മോൻ വായിച്ചോട്ടെടാ. Okay, category number 3, microbiology and biotechnology waste. Waste from laboratory cultures, stocks of specimens of live microorganisms, human and animal cells, culture used in research and infections agent from research and industrial laboratories, biological productions by produce waste, toxins and devices utilized to transfer culture. Yellow plastic bag and red plastic bag. Local autoclaving, microwaving, incineration. 3 രീതിയിലാണ് ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, അതേപോലെ ഇൻസിനറേഷൻ. സ്ട്രീം വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അണുവിമുക്തമാക്കുന്നുണ്ട്. മൈക്രോവേവിംഗ് അതേപോലെ തന്നെ ചില വേസ്റ്റുകൾ കത്തിച്ച് കളയുന്നുണ്ട്. ഓക്കെ, കാറ്റഗറി നമ്പർ 4 ആരെ വായിക്കാം? Opportunity to chop off Makoto's head, but he nearly died in the past. അശ്വതി കേട്ടോ. അശ്വതി കേസ്. Okay. Category number 4, waste sharpers, needles, syringes, scalpels, blades, glass, etc. that might lead to punctures and wounds. This applies to both used and unused sharps. Blue or white translucent puncture-proof containers. Disinfecting, chemical treatment or autoclaving, microwaving, and mutilation or shredding. നോക്കാം കേട്ടോ. ഈ പറഞ്ഞ ഷാർപ്പ് വേസ്റ്റുകളാണ് വേസ്റ്റ് ഷാർപ്പ് എന്ന് പറയുന്നത്. സിറിഞ്ച്, നീഡിൽസ്, ബ്ലേഡുകളൊക്കെ ഉണ്ടാവില്ലേ? ഈ പറഞ്ഞിട്ടുള്ളത് എന്ത് വരാനുള്ള ചാൻസ്? പഞ്ചേഴ്സ് അല്ലെങ്കിൽ കൊണ്ട് പറഞ്ഞാല് മുറിവുകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളതാണ്. ബ്ലൂ, വൈറ്റ്, ട്രാൻസ്പെറന്റ്, പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. കാരണം കയ്യിൽ മുറിവ് സംഭവിക്കാൻ പാടില്ല. ഈ വേസ്റ്റ് ഹാൻഡ് ചെയ്യുമ്പോൾ സ്റ്റാഫുകളുടെ കൈ മുറിയാൻ പാടില്ല. ശ്രദ്ധിച്ചിട്ട് വേണം പഞ്ചർ വരാത്ത രീതിയിലുള്ള ബോക്സുകൾ പോലത്തെ ഐറ്റത്തിലായിരിക്കും ഇത് എന്ത് ചെയ്യണത്? നമ്മൾ ഡിസ്പോസ് ചെയ്യണത്. അതേപോലെ ഡിസിൻഫെക്ട് ചെയ്യണത് എങ്ങനെയൊക്കെയാണ്? കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. മൾട്ടിനേഷൻ, അത് ഷ്രെഡിങ്. ഇത് രണ്ടും ഒരു മെത്തേഡാണ്. നമ്മുടെ ബ്ലേഡ് ഇല്ലേ, നിങ്ങൾ വീട്ടിലാണെങ്കിലും ബ്ലേഡ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണത്? യൂസ് ചെയ്ത ബ്ലേഡ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം? നേരെ ആ ബ്ലേഡ് അങ്ങനെ പാടെ ഡിസ്പോസ് ചെയ്യോ? ഇല്ല. ചെറുതായിട്ട് ഒടിക്കും. അതന്നെ, നമ്മൾ ആ പാർട്ട് ചെറുതായിട്ട് ഒടിച്ചിട്ട് ഡിസ്പോസ് ചെയ്യും. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അല്ലെ? അങ്ങനെയല്ലേ ചെയ്യണത് എല്ലാവരും? ബ്ലേഡ് മുറിച്ചിട്ട് പല പല പാർട്സ് ആക്കി മാറ്റും. അതാണ് മൾട്ടിനേഷൻ. അതേപോലെ ഷ്രെഡിങ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ മുറിച്ച് ആ ബ്ലേഡ്, ഷാർപ്പഡ് ആയിട്ടുള്ള ബ്ലേഡ് മുറിച്ച് പല പല പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. കാറ്റഗറി നമ്പർ 5 ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. വായിച്ചോടോ. Category number 5, discarded medicine and cytotoxic drugs, waste makeup of wasted, contaminated and out of date medicine, black plastic bag, red plastic bag. In incineration,
destruction and drugs disposal in secured landfills. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സൈറ്റോടോക്സിക് ഡ്രഗ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രേഡ് മെഡിസിൻസ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്സ് അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗ്സിലാണ് യൂസ് ചെയ്യണത്. അതേപോലെ ചിലതൊക്കെ ഇൻക്രിനേഷൻ കത്തിച്ചളയും, ചില സാധനങ്ങൾ ലാൻഡ് ഫില്ല് ചെയ്ത് കളയും. നമ്മൾ നേരത്തെ എത്ര ടൈപ്പ് ഓഫ് ലാൻഡ് ഫില്ല് പഠിച്ചിട്ടുണ്ടായിരുന്നു? സാനിറ്ററി ലാൻഡ് ഫില്ല് ആണ് മെയിൻ ആയിട്ട് ചെയ്യാറ്. എന്ന് വെച്ചാൽ ലെയർ പോലെ എടുത്തിട്ട് നമ്മളത് കുഴിച്ച് മൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലാൻഡ് ഫില്ല് ചെയ്യുന്നു. കാറ്റഗറി നമ്പർ 6 ആരാ വായിക്കാം? Hello, ma'am. ഓക്കെ, ആരാണ്? ഓക്കെ, ഫാത്തിമ വായിച്ചോടാ. Category number 6, soiled waste. Item polluted with bodily fluid include cotton, bandage, soiled plaster cast lines, buds and blood contained items. Disposed by yellow plastic bag or red plastic bags. Treatment, incineration, autoclaving, microwaving. നമ്മൾ വായിച്ചത് കാറ്റഗറി നമ്പർ 7 ആണ്. അത് റെഡ് പ്ലാസ്റ്റിക് ബാഗുകളിലാണ് സൂക്ഷിക്കുന്നത്. ഡിസ്ഇൻഫെക്റ്റിംഗ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, മൾട്ടിലേഷൻ, ഷ്രെഡിങ്, ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്പോസ് ചെയ്യാറുണ്ട്. സോളിലേക്ക് മാറിയില്ലേ? ഞാൻ സോളിഡ് വേസ്റ്റ് പറഞ്ഞത്, സോയിൽഡ് വേസ്റ്റ് ആണ് പറയണേ കേട്ടോ. പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, അത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗാണ്. മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗും റെഡ് പ്ലാസ്റ്റിക് ബാഗാണ്. 3 മെത്തേഡ് വഴിയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. കറക്റ്റ് ആയിരുന്നു കേട്ടോ. കാറ്റഗറി നമ്പർ 7 ഞാൻ വായിക്കാം. വായിച്ചോടാം. Category number 7, solid waste. Waste produced by disposable products other than Sharps waste, including tubing, catheters, intravenous system, etc. Red plastic bag. Disinfecting by chemical treatment or autoclaving or microwaving and multilation or shredding. അപ്പൊ സോളിഡ് വേസ്റ്റുകളാണ് ഖരമായിട്ടുള്ള മാലിന്യങ്ങള്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് അത് സൂക്ഷിക്കുന്നത്. അതിനൊരു പക്ഷെ വേസ്റ്റ് അല്ലാത്ത വേസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പൊ കത്തീറ്റർ, ട്യൂബുകള്, നമ്മള് പല ട്യൂബുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിന്റെ അകത്ത്. അപ്പൊ അങ്ങനത്തെ ട്യൂബുകളൊക്കെ എന്ത് ചെയ്യണമെന്ന് നമ്മള് പറഞ്ഞ പോലെ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അത് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി, അതേപോലെ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, നീരാവിയൊക്കെ വഴി. ചിലത് ഈ കത്തീറ്ററൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ CSST പറഞ്ഞിട്ടുണ്ടായിരുന്നു, കത്തീറ്ററൊക്കെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ചിലത് മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ് ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാർട്ട് മൊത്തമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. നെക്സ്റ്റ് കാറ്റഗറി ആണ് കാറ്റഗറി നമ്പർ 8. ആരാ വായിക്കാം? ഞാൻ വായിക്കാം. വായിച്ചോ. Liquid waste. Liquid waste. Waste produced by laboratory activities as well as washing, cleaning, housekeeping and disinfection tasks. Disinfecting by chemical treatment and discharge into drains. നോക്കണ്ട, ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റൽസിൽ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഖരമാലിന്യങ്ങളും നമുക്കത് കാണാൻ പറ്റുന്ന മാലിന്യങ്ങളൊക്കെയാണ്. ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, ലോഷൻസ്, അതേപോലെ നമ്മൾ വാഷ് ചെയ്യുന്ന വെള്ളങ്ങള്, അതേപോലെ ഹൗസ് ക്ലീനിങ്, അതേപോലെ അങ്ങനത്തെ ടാസ്കുകൾ വഴി വരുന്ന എന്തുണ്ട്, ലിക്വിഡുകളുണ്ട്, ലിക്വിഡ് വേസ്റ്റുകൾ. അത് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ്, കെമിക്കൽ സൊല്യൂഷൻസ് യൂസ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ഡ്രെയിനുകളിലേക്ക്, നമ്മൾ ഓട അല്ലെങ്കിൽ ചാലുകളിലേക്ക് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും ഈ പറഞ്ഞ വേസ്റ്റ്. കാറ്റഗറി നമ്പർ 9 ആരാണ്? ഓക്കെ, വായിച്ചോ. Category number 9, incineration as from incineration of any biomedical waste, black plastic bag, disposable municipal landfill. നമ്മള് ഈ പറഞ്ഞ കത്തിച്ച് കളയുന്ന വേസ്റ്റുകളെല്ലാം പൂർണ്ണമായിട്ടും എത്ര
എല്ലാ വേസ്റ്റും നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. 30% നമുക്കത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ അളവെന്ന് വെച്ചാൽ. എന്നാലും ബാക്കി 30% ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിൽ കളക്ട് ചെയ്യാം. എന്നിട്ട് മുനിസിപ്പൽ ലാൻഡ് ഫില്ല് വഴി നമ്മൾ ലാൻഡ് ഫില്ല് മൾട്ടിപ്പിൾ ലാൻഡ് ഫിൽ ലെയർ ആയിട്ടുള്ള ലെയറുകൾ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് അത് ഇട്ട് മൂടുകയാണ് വേണ്ടത്. കാറ്റഗറി നമ്പർ 10 കെമിക്കൽ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യും? ശ്രീകൃഷ്ണൻ വായിച്ചോ. Category number 10, chemical waste. Chemicals used in the manufacture of biological products, chemicals used to cleanse surfaces, chemicals used to pesticides, etc. Black plastic bag. Chemical treatment and discharge into drains for liquids and secured landfill for solids. ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽ വേസ്റ്റുകൾ നമ്മൾ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലാണ് കളക്ട് ചെയ്യേണ്ടത്. കെമിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ കെമിക്കൽ ലോഷൻസ് ഉപയോഗിച്ച് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ഡിസിൻഫെക്റ്റ് ആക്കുന്നു. എന്നിട്ട് ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ ഡ്രെയിനിലേക്ക് നമ്മളത് ഒഴുക്കി വിടുകയാണ്. അല്ലാത്ത സോളിഡ് ആയിട്ടുള്ള ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലാൻഡ് ഫില്ല് ചെയ്താണ് കളയുന്നത്. ഓക്കെ, ഈ കാറ്റഗറീസ് മാറി മാറി ചോദിക്കും. നിങ്ങൾ വിചാരിക്കും എല്ലാ കാറ്റഗറീസും മാറി മാറി ചോദിക്കുന്നത്. എല്ലാ കാറ്റഗറീസും മാറി മാറി ചോദിക്കും. ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ നമ്മള് ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ചോദിക്കണമെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ പോകുമല്ലോ. അപ്പോ ഇന്ന കാറ്റഗറി വേസ്റ്റ് ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ നമ്മൾ ഈ കാറ്റഗറി ഇന്നതാണ് വേസ്റ്റ്, ഇന്ന രീതിയിലാണ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്, ഇന്ന ബാഗുകളിലാണ് നമ്മൾ അത്, ഇന്ന കണ്ടെയ്നറിലാണ് അത് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് എല്ലാ കാറ്റഗറീസും പഠിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടെന്നല്ല, ഭാവിയിൽ എന്തെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞുവിടായിരുന്നത് ഇത്രയും നാള് യെല്ലോ, അതേപോലെ റെഡ്, ബ്ലാക്ക് ബാഗുകളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഗ്രീൻ ആണെങ്കിൽ ജൈവ മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് ഇതിന്റെ യൂസ് എന്നുള്ളത് അറിഞ്ഞൂടാ. ഇനി നമുക്കറിയാം എന്താണ് ഇതിന്റെ യൂസ്, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണമെന്ന് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ഏട്ടാ, നോക്കാം. ഇനി ഈ കാറ്റഗറീസ് നമ്മൾ കവർ ചെയ്തു. ദെൻ ഈ പോർഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞതാണ്. ഫൈനൽ ഡിസ്പോസൽ വരെ നമ്മൾ പറഞ്ഞ 5 സ്റ്റെപ്സ്. എന്തിന്റെയാണ് 5 സ്റ്റെപ്സ്? നമ്മളുടെ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ 5 സ്റ്റെപ്സ് നമ്മൾ എടുത്തു. ഇൻസിനറേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ ഡിസ്പോസൽ ആണ്. ഫൈനൽ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ്. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലിന്റെ അവസാനത്തെ സ്റ്റേജ് ആണ് ഫൈനൽ ഡിസ്പോസൽ എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി ക്ലീനർ ആയിട്ടുള്ള, ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ, ഇത്രയും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്ന ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു എന്തൊരു ഹാപ്പിനെസ് ആണ് തോന്നുന്നത്. ഹോസ്പിറ്റലാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നും ചില ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോ ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഇൻ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റൽ വഴി പകരുന്ന ഇൻഫെക്ഷൻസും അതേപോലെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്ത് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിന് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Reduction in the probability of the disease and death due to reuse and repackaging of infection disposals. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് വീണ്ടും യൂസ് ചെയ്യണം, റീപാക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഇൻഫെക്ഷൻസ് വഴി അസുഖങ്ങൾ വന്ന ആൾക്കാർ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സിറിഞ്ച്, ഷാർപ്പൺ ആയിട്ടുള്ള വേസ്റ്റ്, അതൊക്കെ നമ്മൾ വീണ്ടും യൂസ് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ
സിറിഞ്ച് ഒക്കെ റീയൂസ് ചെയ്താൽ നമ്മൾ ഏതാണ് HIV ഒക്കെ പോലത്തെ അസുഖങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. ആ പ്രോബബിലിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ലോ ഇൻസിഡന്റ് ഓഫ് ഓക്യുപ്പേഷൻ ഹെൽത്ത് പ്രോബ്ലംസ്. നമ്മളൊരു ഇനി കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഒരു ഹെൽത്ത് ഫെസിലിറ്റിയില് ജോലിക്ക് പോവാണ്. അതുവഴി നമുക്ക് വരുന്ന അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് വരും. അങ്ങനെ വരുന്ന അസുഖങ്ങൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് ദ ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ്. ഇതുവഴി നമുക്ക് നല്ലൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും, നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. നല്ലൊരു ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഓഫ് ദ ലൈഫ്, നല്ല ക്വാളിറ്റി ലൈഫ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങള് നമ്മൾ ആദ്യം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ഇവിടെ മുതലാണ് വായിക്കേണ്ടത്. ഈ ഒരു ഹെഡിങ് കാണുന്നുണ്ടല്ലോ, അവിടെ മുതൽ ഞാനിപ്പോ എടുത്ത് നിർത്തിയ ബെനിഫിറ്റ് വരെ വായിച്ചു നോക്കാട്ടെ എല്ലാവരും. കേട്ടാ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു എല്ലാവരും. ഓക്കെ, വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് അറിയാല കാറ്റഗറീസും മെത്തേഡ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്പോസലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോർഷനാണ് കേട്ടോ. ഭാവിയിലേക്ക് ഇപ്പൊ അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്കത് യൂസ്ഫുൾ ആണ്. അതങ്ങനെ പഠിച്ചേക്കാം കേട്ടല്ലോ. ഇങ്ങനെ മെത്തേഡ് വഴിയാണ് ഡിസ്പോസ് ചെയ്യണമെന്നുള്ളത് ഭാവിയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും നമുക്ക് ഇന്ന വേസ്റ്റ് ഏത് ബാഗിലാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ചോദിച്ചു കേട്ടിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങള്. അതേപോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങളോട്, റെഡ് ബാഗിൽ എന്ത് ടൈപ്പ് വേസ്റ്റ് ആണ് നമ്മള് ഡിസ്പോസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റണ്ടേ? ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് പറയാൻ പറ്റണ്ടേ? ഓക്കെ, നോക്കാട്ടോ. സ്ക്രീനിൽ പ്രോബ്ലം തോന്നുന്നുണ്ടോ? നോക്കി, നമ്മള് ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ആണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി.
ഇമേജ് എന്ന് പറയും. നമ്മൾ ഷോർട്ട് ആയിട്ട് ഇമേജ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റും ഡിസ്പോസലിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല ഓരോ ഹോസ്പിറ്റൽസിലും എന്താ പറയാ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇമേജ് എന്ന് പറയുന്ന ഈ അസോസിയേഷൻ ആണ് ഡിസ്പോസ് ചെയ്യുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇവരാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിനോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനോ അങ്ങനെ വേർതിരിവൊന്നുമില്ല. അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽസിലെ എല്ലാ ഹോസ്പിറ്റൽ വേസ്റ്റും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി ബെഡിന്റെ ഒക്കെ സ്ട്രെങ്ത് വെച്ച് അതേപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് റൂംസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ചില ഹോസ്പിറ്റൽ സ്മോൾ ആയിരിക്കും, ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കും, ചില ഇത് വലിയ ഹോസ്പിറ്റൽ ആയിരിക്കും. എന്നാലും ഈ രണ്ട് ഹോസ്പിറ്റൽസിലും ഈ പറഞ്ഞിട്ടുള്ള മാലിന്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നില്ലേ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ വരുന്നില്ലേ, സെയിം കാറ്റഗറി. കമ്പൗണ്ടിന്റെ എമൗണ്ടിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, കുറവായിരിക്കും കൂടുതലായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ എന്ത് വരുന്നുണ്ട്, വേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിന് അവിടുത്തെ ബെഡിന്റെ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ക്ലിനിക് അല്ലെങ്കിൽ നമ്പർ ഓഫ് റൂംസിന്റെ ബേസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലാബുകൾ നമ്മൾ എന്തൊക്കെ ലാബ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ ഡെന്റൽ ക്ലിനിക്കുകൾ കൊടുക്കുന്നുണ്ടോ, ഇതിന്റെയൊക്കെ ബേസുകളില്. അതേപോലെ നോമിനൽ ഫീസ്, ഇവര് ഈ ഒരു അസോസിയേഷൻ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റൽസിലും എന്ത് ഫീസ് കൊടുക്കണം, നോൺ റിട്ടേണബിൾ ഫീസ്. റിട്ടേണബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മെമ്പർഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോരുമ്പോൾ നമുക്കത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. നോൺ റിട്ടേണബിൾ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെമ്പർഷിപ്പ് അവിടെ ഉപേക്ഷിച്ച് പോരുമ്പോ ആ ഫണ്ട് നമ്മൾ അവിടെ തന്നെ കൊടുക്കണം. ആ ഒരു ടൈമില് അഫിലിയേഷൻ ഫണ്ട് എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തില് ഇപ്പൊ നിങ്ങള് കുട്ടികളാണല്ലോ, അപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുമ്പോ സ്റ്റാർട്ടിങ് സമയത്ത് അഡ്മിഷൻ ഫീസ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മള് ചില സ്ഥാപനങ്ങളിൽ വാങ്ങിക്കും. അഫിലിയേഷൻ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കും, അഡ്മിഷൻ അല്ല, അഫിലിയേഷൻ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കും. ആ ഫീസ് എന്താണ്, റീഫണ്ടബിൾ അല്ല, തിരിച്ചു കിട്ടില്ല നമുക്ക് ആ ഫീസ്. ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഫീസാണ്. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോ? സ്ക്രീൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവാം. എടാ മോന്റെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഓക്കെ, അഫിലിയേഷൻ ഫീസ് വാങ്ങിക്കും. അപ്പൊ ഈ അഫിലിയേഷൻ ഫീസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ബേസിൽ നമ്മളുടെ ഹോസ്പിറ്റൽസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഈ അഫിലിയേഷൻ ഫീസ് ഒക്കെ കൊടുത്ത് മെമ്പർഷിപ്പ് വാങ്ങിച്ചതിന് പുറമെ മന്ത്ലി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മന്ത്ലി ഒരു ചെറിയൊരു എമൗണ്ട് എന്നല്ല, ഒരു ഓപ്പറേഷൻ കോസ്റ്റ്, വർക്ക് ഒക്കെ ചെയ്യണ്ടേ പ്രോപ്പറായിട്ട്, ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് മന്ത്ലി ഒരു ഓപ്പറേഷൻ കോസ്റ്റ് എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഇമേജ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ് സ്റ്റാർട്ട് ചെയ്തത്. കമ്മീഷൻ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 14 ഡിസംബർ 2023 അത് കമ്മീഷൻ ചെയ്തത്, നടപ്പിലാക്കിയത്. അതിന്റെ പ്ലാൻസ് സക്സസ്ഫുള്ളി റൺ ചെയ്ത് തുടങ്ങിയത് ജാനുവരി 2024 ഇവരുടെ കമന്റബിൾ സർവീസ് അത് കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയത്. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള വേസ്റ്റ്, ഇൻഫെക്ഷണൽ ആയിട്ടുള്ള വേസ്റ്റ് സയന്റിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യാണ്. എവിടെ, ഇമേജ് എന്ന് പറയുന്ന അസോസിയേഷൻ അല്ലെങ്കിൽ സ്ഥാപനം നമ്മൾ എന്ത് ചെയ്യണം, സയന്റിഫിക്കലി ഈ ഹോസ്പിറ്റൽസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ വേസ്റ്റും നമ്മൾ സയന്റിഫിക്കലി എന്ത് ചെയ്യാണ്, ഡിസ്പോസ് ചെയ്യാണ്. സയന്റിഫിക്കലി ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ കേരളത്തിലെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകളും നമ്മൾ കളക്ട് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യും. ഇമേജിൽ വന്നിട്ടുള്ള വേസ്റ്റുകൾ 48 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവണം. ഇത് റൺ ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഏത് റൂൾസിന്റെ കീഴിൽ ആണ്? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റൂൾ 2016 നമ്മൾ അമെന്റ്മെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ
കീഴിലെ റൂൾ ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള്. അത് അമെൻഡ് ചെയ്ത് ലാസ്റ്റ് 2016 റൂൾ പ്രകാരമാണ് ഇവർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി ഓൾ ഗവൺമെന്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസും കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, പബ്ലിക് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ CHS, PHSC, അതേപോലെ മെഡിക്കൽ കോളേജുകൾ, ഗവൺമെന്റിലെ കോളേജുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഇതിന്റെ ബെനിഫിഷ്യറിയാണ്. ഇവർക്കെല്ലാം അഫിലിയേഷൻ ഫീസ് കൊടുക്കണ്ട, പേ ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല. ഒരു സ്കീമിൽ അഫിലിയേഷൻ ഫീസ് കൊടുക്കണമെന്നില്ല. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷണൽ ഫീസ് കൊടുക്കണം. അത് സബ്സിഡിയറി റേറ്റിൽ കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ സാധാരണ വലിയ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന അത്രയും ഓപ്പറേഷണൽ കോസ്റ്റ് കൊടുക്കേണ്ട കാര്യം ആർക്കില്ല. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്രയും ഇല്ല. അവർ സബ്സിഡി റേറ്റിൽ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. ഇനി ഓൺ ആൻഡ് ഓവർ ആവറേജ് ഓഫ് 55.8 ടൺസ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഇമേജിലേക്ക്, എന്നുവെച്ചാൽ നമ്മുടെ ഈ അസോസിയേഷനിലേക്ക് ഡെയിലി വരുന്നത്. ഇമേജിന്റെ പ്ലാനിലേക്ക് വരുന്നത് എത്രയാണ്? 55.8 ടൺസ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ടണ്ണുകളാണ്. അപ്പൊ എന്തോരം ഉണ്ടാവും? ഈ പറഞ്ഞ ടണ്ണുകളിൽ 30.5 ടൺ എന്ന് പറഞ്ഞാൽ ഇൻസിനറബിൾ വേസ്റ്റ് ആണ്, കത്തിച്ച് കളയേണ്ടതാണ്. കളക്ട് ഏത് ബാഗിലാണ് കളക്ട് ചെയ്യുക? യെല്ലോ ബാഗിലാണ്. 19 ടണ്ണ് ഓട്ടോക്ലേവ് വേസ്റ്റ് ആണ്, ക്ലേവിംഗ് വേസ്റ്റ് ആണ്. അതിൽ റെഡ് ബാഗിലാണ് കൊണ്ടുവരുന്നത്. ബാക്കി 5 ടണ്ണ് ബോട്ടിൽസുകളാണ്. 0.7 ടൺസ് ഷാർപ്പ് മെറ്റൽസ് ആണ്, ഇൻസിനറേഷൻ വഴി നശിപ്പിച്ച് കളയേണ്ടതാണ്. 0.6 ടൺസ് ഡിസ്കാർഡ് മെഡിസിൻസ് ആണ്, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ദിസ് വേസ്റ്റ് ഇസ് ഗ്യാതേർഡ് ഫ്രം all 13,000 13,000 മേലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് വരുന്ന വേസ്റ്റുകളാണ്. 24 മണിക്കൂറിനുള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഇമേജിലേക്ക് വരുന്നത്. എന്താ? 55.8 ടൺ ഒരു ദിവസം അവർ ഡിസ്പോസ് ചെയ്യുന്ന വേസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഡെയിലി ആ ഒരു പ്ലാന്റിലേക്ക് മാത്രം വരുന്ന വേസ്റ്റുകൾ. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന 55.8 ടൺസ് വേസ്റ്റ് 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും ഹോസ്പിറ്റല് 13,000 പരം കൂടുതലാണ് നമ്പർ ഓഫ് ഹോസ്പിറ്റലിന്റെ എണ്ണം. 13,000 ഒരു എസ്റ്റിമേറ്റ് ഫിഗർ പറഞ്ഞേക്കുന്നതാണ്. ഇത്രയും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ഡിസ്പോസൽ മെത്തേഡ് വഴി ഡിസ്പോസ് ചെയ്യാണ്. അപ്പൊ ഇമേജ് എന്ന് പറയുന്നത് ഫുൾ ഫോം ചോദിക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി എന്നാണ് ഇമേജ് എന്നാണ് പറയുന്നത്. ഇത് ഓരോ സെന്റൻസ് ഒരാൾ വായിക്കാൻ പറ്റുന്നത്? ആരെങ്കിലും ഒരാള്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എന്താ പറഞ്ഞ? ഇനിയിപ്പോ ഒരാൾ വായിക്കുമ്പോ അത് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ആരാ വായിക്കാം? വായിച്ച ആൾക്കാരായാലും കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു ക്ലാസ് മാത്രം ഇങ്ങനെ അതിന്റെ ക്ലാസ് മാക്സിമം ഓക്കെ വായിച്ചു കേട്ടോ. അത് ആദ്യത്തെ ഒരു പാരഗ്രാഫ് തീരുമ്പോ ഞാൻ ചോദിക്കാം. Indian Medical Association goes eco-friendly image. Image associate with all modern medicine healthcare establishments in both private and government, like hospitals based on their bed strength, clinics based on number of rooms and facilities, labs based on diagnostic facilities, dental clinics based on number of dental chairs. Nominal non-returnable fee is being charged at the time of affiliation, with the operating expense being
നോക്കാട്ടോ. ഇമേജ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടാണ്. ഇത് ബെഡ് സ്ട്രെങ്ത്തിന്റെ ഒക്കെ ബേസ് ചെയ്യുക. അതേപോലെ ക്ലിനിക്കൽ നമ്പർ ഓഫ് റൂംസ്, ലാബ് ഫെസിലിറ്റീസ്, ഡെന്റൽ ക്ലിനിക്സ്, ഡെന്റൽ ചെയർസിന്റെ ഒക്കെ ബേസിലാണ് അവരൊരു അഫിലിയേഷൻ ഫീസ് പറയുന്നത്. നോമിനൽ അഫിലിയേഷൻ ഫീസ് നോൺ റിട്ടേണബിൾ ഫീ പറയുന്നുണ്ട്. അത് വെച്ച് ചാർജ് ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത്. ആ ഒരു ഫീസ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇമേജിന്റെ മെമ്പർ ആയിട്ട് മാറും. ബാക്കിയുള്ളത് വായിച്ചോ കേട്ടോ. ബാക്കി വായിച്ചോ. അശ്വതി പോയി തോന്നുന്നു. റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. വേറെ വായിച്ചോ. The operating expense being met by charging a nominal monthly fees as operational cost declared for the category HCI healthcare institution. Image was started at the Palakkad and it was commissioned on 14th December 2003. The image plan has been worked successfully from January 20th, 2004 and has been providing commendable services to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from health caring institutions across Kerala within 48 hours, in line with the provisions laid down in the biomedical waste management rules in 2016 released by the Ministry of Environment and Forest, Government of India. All government അടുത്തത് പിന്നെ വായിക്കാം. ഇത് പറയുന്നത് എന്താണ്, നമ്മള് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി ഫീ കൊടുക്കാറുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറൈസ് ചെയ്തതിന്റെ ബേസിലാണ് ഒരു ഓപ്പറേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ മന്ത്ലി ഫീ കളക്ട് ചെയ്തത്. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. കമൻസ് ചെയ്തത് കമ്മീഷൻ ചെയ്തത് 14th December 2023 സക്സസ്ഫുള്ളി അത് റൺ ചെയ്ത് തുടങ്ങിയത് ജാനുവരി 2004 കേട്ടോ. മറ്റേ 2003 ഇത് കമ്മീഷൻ ചെയ്തത്. 2004 അത് സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്തു. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയന്റിഫിക്കലി വേസ്റ്റ് നല്ല രീതിയിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. സയന്റിഫിക് റിമൂവൽ ഓഫ് ദ ഇൻഫെക്ഷൻ വേസ്റ്റ്, ആ ഒരു സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് സയന്റിഫിക് റിമൂവൽ ഓഫ് ദ ഇൻഫെക്ഷൻ വേസ്റ്റ്. സയന്റിഫിക് ആയിട്ട് ഈ പറഞ്ഞുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യാണ്. ഇതിന്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2016 പ്രകാരമാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് ഈ റൂൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് കേട്ടോ. അടുത്ത ആള് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് വായിച്ചു. എന്നാ വായിച്ചു സുഖാന. All government healthcare institutions under Director of Health Services Kerala and Director of Medical Education of Kerala and beneficiaries of the special scheme of image by which they are spread from paying affiliation fees and are made eligible for the services from image at a suitabilized rate. നമുക്ക് ഇമേജിൽ നിന്ന് ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹെൽത്ത് കെയർ എന്താണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള ബെനിഫിഷ്യറി ആയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളും അതേപോലെ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, അതേപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിനൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, ഇവർക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ട നിർബന്ധമില്ല. അതേപോലെ തന്നെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് സബ്സിഡിയറി റേറ്റിലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും, റേറ്റ് കുറച്ചാണ് ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇമേജിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫ് ആര് വായിക്കും? ഞാൻ വായിക്കാം. ആരാണ്? ഞാൻ വായിക്കട്ടെ.
ശ്രീലക്ഷ്മി. On an average, about 55.8 tons of biomedical waste arrives at the image plant daily, of which 13.5 tons are incinerable waste that collected in yellow bags, 19 tons autoclavable waste that collected in red bags, 5 tons are bottles, 0.7 ton in shops and metals, 0.6 tons in discarded medicines. This waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. ഇനി പറയേണ്ടത് നമ്മള് ഇമേജില് ഒരു ദിവസം ഒരു ഇമേജ് പ്ലാനിലേക്ക് വരുന്ന വേസ്റ്റിന്റെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ അളവാണ് 55.8 ടൺസ് ആണ് വേസ്റ്റ് വരുന്നത്. അത് 30.5 ടൺസ് ഇൻസിനറബിൾ വേസ്റ്റ് ആണ്, കത്തിച്ച് കളയേണ്ട വേസ്റ്റ് ആണ്. അത് യെല്ലോ ബാഗ്സിലാണ് വരുന്നത്. 19 ടൺ എന്ന് പറയുന്നത് ഓട്ടോക്ലേവിംഗ് വേസ്റ്റ് ആണ്. 5 ടൺസ് ബോട്ടിൽസ് ആണ്. 0.7 ടൺസ് ഷാർപ്പ് മെറ്റൽസ് ആണ്. അതേപോലെ 0.6 ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇതെന്ന് പറയുന്നത് കേരളത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റുകളാണ്. 13,000 മേലെയുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് ഇമേജിലേക്ക് കൊണ്ടുവരുന്നത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയും വെച്ച് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു ഉണ്ട് കേട്ടോ, കാരണം ഇപ്പൊ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തീരെ പറ്റുന്നില്ല. അപ്പോ നിങ്ങളത് മനസ്സിലാക്കി തന്നെ വായിച്ചു തരാന്ന് പറഞ്ഞു. വളരെ താങ്ക്സ്. മാക്സിമം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഞാൻ സൗണ്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂ ആയിട്ട് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ട്, അത് ഒട്ടും പറ്റുന്നില്ല. അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ മാക്സിമം ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ ക്ലാസ് പോകാനായിട്ട് ശ്രമിക്കും. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am. Take care. Thank you, ma'am.